ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് മുങ്ങിപ്പോകാത്ത കടലാസ് തോണി. എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. മലയോര ഗ്രാമത്തിലെ ഒരു ചെറിയ കുടിലിൽ മുത്തശ്ശിക്കൊപ്പമായിരുന്നു ഇമ്മാനുവേലിന്റെ ലോകം. അവന് അച്ഛനും അമ്മയുമില്ല. പള്ളിക്കൂടം വിട്ടുവന്നാൽ മുറ്റത്തെ ചെറിയ തോടുകളിൽ കടലാസ് തോണികൾ ഉണ്ടാക്കി ഒഴുക്കുന്നതായിരുന്നു അവന്റെ ഏക വിനോദം. ഓരോ തോണി ഉണ്ടാക്കുമ്പോഴും അവൻ അതിൽ വലിയ അക്ഷരത്തിൽ ഈശോയും ഞാനുമെന്ന് എഴുതുമായിരുന്നു. ഒരിക്കൽ മുത്തശ്ശി അവനോട് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് എല്ലാ തോണിയിലും ഇങ്ങനെ എഴുതുന്നത്? ഇമ്മാനുവൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശി, ഈ തോണി ഈശോയുടേതാണ്. അവൻ ഇതിലിരുന്ന് യാത്ര ചെയ്യും. അതുകൊണ്ട് ഇത് മുങ്ങിപ്പോകാൻ പാടില്ല. അതൊരു കർക്കടക മാസമായിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴയിൽ ഗ്രാമത്തിലെ പുഴ കരകവിഞ്ഞൊഴുകി. മുറ്റത്തെ തോടുകൾ വലിയ തോടുകളായി മാറി. അന്ന് ഇമ്മാനുവൽ തന്റെ ഏറ്റവും വലിയ കടലാസ് തോണി ഉണ്ടാക്കി. മനോഹരമായി ചായം തേച്ച് അതിൽ തന്റെ പതിവ് വരികൾ എഴുതി അവനത് വെള്ളത്തിലേക്കിറക്കി. തോണി വേഗത്തിൽ ഒഴുകി നീങ്ങി. അത് വലിയ തോട്ടിലോട്ട് കടക്കുന്നത് കണ്ട് പരിഭ്രമിച്ച ഇമ്മാനുവൽ തോണിക്കൊപ്പം ഓടി. പെട്ടെന്ന് കാല് തെറ്റി അവൻ കുത്തിയൊലിക്കുന്ന തോട്ടിലേക്ക് വീണു. വെള്ളം അവനെ ദൂരത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. മുത്തശ്ശി എന്ന് വിളിക്കാൻ തുടങ്ങിയെങ്കിലും വെള്ളം അവന്റെ വായ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ശ്വാസം കിട്ടാതെ അവൻ കൈകാലുകൾ ഇട്ടടിച്ചു. മരണത്തിന്റെ തണുപ്പ് അവനെ പൊതിയുന്നത് അവൻ അറിഞ്ഞു. ആ നിമിഷം മനസ്സിൽ അവൻ ഒരു പേര് മാത്രം വന്ദിച്ചു, എന്റെ ഈശോയെ. ബോധം മറയുന്നതിന് തൊട്ടുമുൻപ് ആരോ തന്റെ കൈകളിൽ മുറുക്കെ പിടിക്കുന്നത് അവൻ അറിഞ്ഞു. ആ കൈകൾക്ക് വലിയ കരുത്തുണ്ടായിരുന്നു. തന്നെ ആരോ വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തുന്നതും മാറോടണച്ച് കരയിലേക്ക് നീങ്ങുന്നതും മങ്ങിയ കാഴ്ചയായി അവൻ കണ്ടു. ആ മനുഷ്യന്റെ കൈപ്പത്തികളിൽ വലിയ അണിപ്പഴുതുകൾ പോലെ എന്തോ ഒന്ന് അവൻ ശ്രദ്ധിച്ചു. അവൻ കണ്ണു തുറക്കുമ്പോൾ മുത്തശ്ശിയുടെ മടിയിലായിരുന്നു അവൻ. ചുറ്റും അയൽവാസികൾ കൂടി നിൽക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ അതിനേക്കാൾ വലിയ അത്ഭുതം മറ്റൊന്നായിരുന്നു. ബോധരഹിതനായി കിടന്ന ഇമ്മാനുവേലിന്റെ കുഞ്ഞു കൈക്കുള്ളിൽ അവൻ ഉണ്ടാക്കിയ ആ കടലാസ് തോണി ഇരിപ്പുണ്ടായിരുന്നു. ഇത്രയും വെള്ളത്തിൽ വീണിട്ടും ആ കടലാസ് തോണി ഒട്ടും നനഞ്ഞിരുന്നില്ല. ഒരു കീറൽ പോലും അതിലുണ്ടായിരുന്നില്ല. മുത്തശ്ശി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മോനെ, ആരാ നിന്നെ രക്ഷിച്ചത്? ഇമ്മാനുവേൽ ആ കടലാസ് തോണി കാണിച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മുത്തശ്ശി, ഞാൻ മുങ്ങിപ്പോയപ്പോൾ ആ കൈകൾ എന്നെ പിടിച്ചു. എന്നെ കരയിലിരുത്തി ഈ തോണി എന്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുറിപ്പാടുണ്ടായിരുന്നു. ഈ തോണി മുങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി? വർഷങ്ങൾക്ക് ശേഷം ഇമ്മാനുവേൽ വലിയൊരു കപ്പൽ ക്യാപ്റ്റനായി മാറി. കടലിലെ വലിയ തിരമാലകൾക്കിടയിൽ കപ്പൽ ഉലയുമ്പോൾ അവൻ ഇന്നും തന്റെ ക്യാബിനിലിരുന്ന് ആ പഴയ കടലാസ് തോണി നോക്കും. എന്നിട്ട് തന്റെ സഹപ്രവർത്തകരോട് പറയും, ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നാം തളരുമ്പോൾ നമ്മെ മുങ്ങാൻ അനുവദിക്കാത്ത ഒരു കൈയുണ്ട്. അന്ന് ആ തോട്ടിൽ നിന്ന് എന്നെ കോരിയെടുത്ത അതേ കൈകൾ ഇന്നും ഈ കപ്പലിനെ കാക്കുന്നു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നാം ജീവിതത്തിൽ എത്ര തകർച്ചയിൽപ്പെട്ടാലും ഈശോ നമ്മുടെ കൂടെയുണ്ട്. എത്ര വൈകിയാണെങ്കിലും അവന്റെ കൈകൾ നമ്മെ രക്ഷിക്കുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കിനി ഇതുപോലത്തെ കഥകൾ ഇനിയും കേൾക്കണ്ടേ? എങ്കിൽ നമുക്ക് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.